ഒരു സ്വിഫ്റ്റ് കണ്ടോ നിങ്ങൾ? ഓട്ടോമാറ്റിക് ആണ്, 2020 അപ്പോൾ അങ്ങോട്ട് പോവാം. നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. ബ്രോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ട് അത്യാവശ്യം നല്ല റെസ്പോണ്ട് ഉണ്ടായിരുന്നു. ഏകദേശം ഫേസ്ബുക്കിൽ തന്നെ 1 മില്യൺ ഓടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നല്ല ഓഫറാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പം ഈ പ്രാവശ്യത്തെ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ 2014 സെലേരി നമുക്ക് എത്ര കൊടുക്കുക? നമുക്ക് 2,50,000 രൂപയ്ക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കുക. അതേപോലെ തന്നെ കിയന്റെ സെൽറ്റോസ് ഡീസൽ 1 ലാഖിന്റെ ഫുള്ള് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി കൊണ്ട് ഇറക്കിക്കൊണ്ടായിരുന്നു. പുത്തൻ ടയറും ഉണ്ട്. ആകെ ഒരു 100 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ട്. 100 കിലോമീറ്റർ താഴത്ത് ഓടിയിട്ടുണ്ടോ ഉള്ളൂ ടയർ. പിന്നെ ക്ലച്ച് മാറിയതാണ്, പുതിയ ക്ലച്ചാണ്. ഫുൾ സർവീസ്, കമ്പനി സർവീസ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണർ ആണ്. പക്ഷെ നമുക്ക് വിത്ത് വാറണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഡീറ്റെയിൽസ് ഫുള്ള് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തായാലും കിയ സെൽറ്റോസ് നിങ്ങൾക്ക് തരാൻ പോകുന്ന നല്ലൊരു ഓഫർ പ്രൈസ് 10 ലക്ഷം രൂപ അല്ലേ? 10 ലക്ഷം രൂപ കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ക്രെറ്റ വരുന്നുണ്ട് 2018 SX അല്ലേ? SX 2018 സിംഗിൾ ഓണർഷിപ്പ്, ചെറിയൊരു കിലോമീറ്റർ അല്ലേ? 60,000 കിലോമീറ്റർ മാത്രം ഓടിച്ച ഈ ഒരു കിയ അല്ല ഈ ഒരു ക്രെറ്റ അങ്ങ് തരാൻ പോകുന്നതും അതേപോലെ തന്നെ ചെറിയൊരു പൈസക്ക്. അതേപോലെ തന്നെ പോളോ നോക്കുന്ന ഒരാളാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ 72,000 കിലോമീറ്റർ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. അതും നല്ലൊരു ഓഫർ പ്രൈസിലാണ് തരാൻ പോകുന്നത്. പിന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാ വണ്ടികൾക്കും 9 വർഷം അല്ലേ? 9 വർഷത്തിനുള്ളിലുള്ള എല്ലാ കാറുകൾക്കും 1,25,000 കിലോമീറ്ററുള്ള എല്ലാ കാറുകൾക്കും നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. വാറണ്ടി കൊടുക്കുക. റീപ്ലേസ്മെന്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് നമുക്ക് ഓണർഷിപ്പ് പ്രശ്നമില്ല, റീപ്ലേസ്മെന്റ് പ്രശ്നമില്ല, രജിസ്ട്രേഷൻ പ്രശ്നമില്ല. ഇതിനെല്ലാത്തിനും നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. 1 വർഷം നിങ്ങൾക്ക് ഏത് സർവീസ് സെന്ററിൽ നിന്ന് ക്ലെയിം ചെയ്യണോ എവിടുന്ന് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, നല്ല ക്വാളിറ്റി വണ്ടി ആകുമ്പോൾ എന്തായാലും പ്രൈസിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. പക്ഷെ ഇവിടെ പ്രൈസിൽ മാറ്റമില്ല. 2019 ഈ ഒരു ബലോനൊക്കെ ചോദിക്കുന്നത് കണ്ടോ? തൊട്ടാ വല്ലടിയുന്ന ഏത് വണ്ടിയാണുള്ളത്? 2019 വരുന്നത് 6 ലക്ഷം രൂപക്ക്. അപ്പൊ നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത്, കറക്റ്റ് സ്പോട്ട് പറഞ്ഞാൽ കോഴിക്കോട് വയനാട് റോഡിൽ സൗത്ത് കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സൗത്ത് കൊടുവള്ളി നമ്മൾ ഓട്ടോ വെൻഡർ ആണ്. അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ട് വേഗം വിളിച്ചോളി. എവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് വണ്ടി സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. തുടങ്ങല്ലേ നമുക്ക് പൂരം. അഖിൽ ബ്രോ, സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ തന്നെ ഞാൻ ഫുള്ള് കറുത്ത് വിട്ടു. അതായിരിക്കും അവസ്ഥ. അമ്മാരി വെയിലാണ് മോനെ. ഉച്ച ടൈമിലാണ് വീഡിയോ ചെയ്യുന്നത്. കിയ സെൽറ്റോസ് KL 10 മലപ്പുറം രജിസ്ട്രേഷന്. ഇതിന്റെ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻട്രോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് 10.50 നമ്മൾ ആസ്കിങ് വരുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇന്ത്യയിലൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഏതാ ഓപ്ഷൻ വരുന്നത്? XTK പ്ലസ് വരുന്നത്. XTK പ്ലസ് 2019 മോഡല്. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ചെറിയ ഓട്ടം എന്ന് പറഞ്ഞാൽ ഡീസൽ അല്ലേ വരുന്നത്? ഡീസലിനെ സംബന്ധിച്ച് 1 ലാഖ്. പിന്നെ അതിന്റെ ഫുള്ള് സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എത്ര ലോൺ കയറും? ലോൺ മാക്സിമം നമുക്ക് ഒരു കാറിന്റെ ഒരു വാല്യൂന്റെ ഒരു 90%, ഒരു 9 ലക്ഷം രൂപ നമുക്ക് ലോൺ കയറാം അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ റെഡ് ബലോനോ പെട്രോൾ ആണ്. KL 18 വടകര രജിസ്ട്രേഷൻ അല്ലേ? വടകര രജിസ്ട്രേഷൻ. ഏതാ ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. വരുന്നത് 2019 മോഡൽ സീറ്റാ. 2019 സീറ്റാ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 54,000 കിലോമീറ്റർ. 54,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇതിന്റെ ബോണറ്റ് മാറിയിട്ടുണ്ട്, ഫെൻഡർ ബമ്പർ. അത് 3 പീസ് റീപ്ലേസ്ഡ് ആണ്. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കുക? നെറ്റ് പ്രൈസ് ആയിട്ട് ഒരു 5,90,000 രൂപ കൊടുക്കും. 5,90,000 ലാസ്റ്റ് നെറ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ. ഇനി അതേപോലെ തന്നെ 2016 ഇയോൺ വരുന്നുണ്ട്. 1 ഇയർ വാറന്റി വരുന്ന വണ്ടിയാണ്. ഓക്കെ. അത് ചെറിയ പ്രൈസ് അല്ലേ? പ്രൈസ് നമുക്ക് കസ്റ്റമേഴ്സ് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ജെന്യൂൻ കസ്റ്റമേഴ്സ് ആണെങ്കിൽ പ്രൈസ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വിത്ത് 1 ഇയർ വാറന്റി കൊടുക്കാം. 9 വർഷം വരെയുള്ള എല്ലാ വണ്ടികൾക്കും 1 ഇയർ വാറന്റി വരുന്നുണ്ട്. ഉണ്ടായിന്റെ വെർണ വരുന്നുണ്ട്. KL 10 കോഴിക്കോട് രജിസ്ട്രേഷൻ B ആണ് വരുന്നത്. ഏതാ മോഡൽ ഇത്? 2015 മോഡൽ. 2015 ഡീസൽ പെട്രോൾ ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 66,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് എത്ര കൊടുക്കാം? നമുക്കത് ലാസ്റ്റ് പ്രൈസ് ആണെങ്കിൽ നമുക്കൊരു 4,20,000 വരെ നമുക്ക് ഏറ്റവും ഫൈനൽ കൊടുക്കാം. 4,25 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ക്രെറ്റ വരുന്നുണ്ട്. ക്രെറ്റ SX അല്ലേ? ക്രെറ്റ SX 2018 മോഡൽ. 2018 മോഡൽ 999 ആട്ടോ. ഫാൻസി നമ്പർ ആണ് വരുന്നത്. 2018 മോഡലല്ലേ? ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. പെട്രോൾ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ. ലോൺ നമുക്ക് ഇതിന്റെ കാറിന്റെ വാല്യൂന്റെ ഒരു 85-90% നമുക്ക് ലോൺ ചെറിയൊരു പൈസ വണ്ടി വരുന്ന സുഖമായിട്ട് വരുന്ന റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. എത്ര പ്രൈസ് വരുന്നത്? പ്രൈസ് വരുന്നത് നമുക്ക് 9,50,000 നമ്മൾ ഇട്ടത്. നമുക്ക് നെറ്റ് പ്രൈസ് 9 ലക്ഷം രൂപയ്ക്ക് വരെ നമുക്ക് കൊടുക്കാം. 9 ലക്ഷത്തിന് കൊടുക്കാം. ഓക്കെ. അഖിൽ ബ്രോ, നമ്മൾ നെക്സ്റ്റ് ട്രൈബർ നോക്കാം. ട്രൈബർ ഡീറ്റെയിൽസ് വരുന്നത്? ട്രൈബർ 2020 മോഡൽ RXL
RXL കോഴിക്കോട് രജിസ്ട്രേഷൻ, അതെ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു 7 സീറ്റർ വണ്ടി നോക്കുകയാണെങ്കിൽ അല്ലേ, റെനോൾഡിന്റെ ഒരു ഡ്രൈവർ. അതെ, ആകെ 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ ഓട്ടം വന്നിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2020 മോഡല്. എത്ര ലാസ്റ്റ് ഫൈനൽ പൈസ? നമുക്ക് ലാസ്റ്റ് ഒരു 5,50,000 രൂപയ്ക്ക് വിത്ത് വാറന്റിയിൽ കൊടുക്കാം. 550 വിത്ത് 1 ഇയർ വാറന്റി നമുക്ക് കൊടുക്കാം അല്ലേ. നെക്സ്റ്റ് അമേസ് ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? അമേസ് വരുന്നത് 2018 മോഡൽ SMD. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അല്ലേ. ലാസ്റ്റ് ഫൈനൽ എത്ര? ഫൈനൽ നമുക്ക് വിത്ത് 1 ഇയർ വാറന്റി വിത്ത് ഫുൾ കവർ ഇൻഷുറൻസ്, ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കാം. 1 ഇയർ വാറന്റി വരുന്നുണ്ട്. 5,65,000 രൂപയ്ക്ക്. 5,65,000 പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ ആണ് വരുന്നത്. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന വോൾസാന്റെ പോളാണ്. 2011 ഹൈലൈൻ ഡീസൽ. ചെറിയൊരു കിലോമീറ്റർ അല്ലേ, 75,000 കിലോമീറ്റർ മാത്രം ഓടിച്ചിട്ടുള്ളൂ. ഞാൻ വന്നേൽക്കാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചോദിച്ചത്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ജെന്യൂൻ കിലോമീറ്റർ ആണ്. 70,000 കിലോമീറ്റർ ജെന്യൂൻ ആണ്. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് 2,65,000 രൂപ വരെ നമുക്ക് ചെയ്തു. 2,65,000 വരെ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ചെയ്തേക്കാം. 60 ആവൂലേ? നമുക്ക് ഇരിക്കാം. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കാരണം ഞാൻ ബസ് തന്നെ ഇവിടെ വന്നാൽ തന്നെ 2011 എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രൈസ് ഒന്നുകൂടി കുറയുമെന്നാണ് ചോദിച്ചത്. പക്ഷേ സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഓട്ടം വളരെ കുറവാണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ബാക്കി നിങ്ങളെ കയ്യിലാണുള്ളത്. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു സിയാസ് ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ VXi പ്ലസ് ആണ്. VXi പ്ലസ് ആണ്, അതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. VXi പ്ലസ് ആണ്. 2017 മോഡൽ. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ ഇത് ആകെ 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് ഒരു 5,40,000 രൂപ വരെ കൊടുക്കാം. 5,45,000 കൊടുക്കാം അല്ലേ. ഇനി എന്തായാലും ഉള്ളോട്ട് പോണതിന് മുന്നേ ഒരു സാധനം കാണിച്ചു തരാം. ആ ഒരു സ്വിഫ്റ്റ് കണ്ടോ നിങ്ങൾ? ഓട്ടോമാറ്റിക് ആണ്, 2020 ആണ്. അപ്പോൾ അങ്ങോട്ട് പോവാം, നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? സ്വിഫ്റ്റ് വരുന്നത് 2020 മോഡലാണ്. 2020 പെട്രോൾ. VXi ചെറിയ കിലോമീറ്റർ അല്ലേ? ചെറിയ കിലോമീറ്റർ, 80,000 കിലോമീറ്റർ ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. 2020 സിംഗിൾ ഓൺഷിപ്പ്, 80,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്കൊരു 5,80,000 രൂപയ്ക്ക് നമുക്ക് കാർ കൊടുക്കാൻ പറ്റും. 2020 ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് 550 അത്യാവശ്യം നല്ല പാകമുള്ള പ്രൈസ് തന്നെയാണ്. വിത്ത് വാറന്റി ഇല്ല അല്ലേ? ഒരു വർഷത്തെ വാറന്റി കൊടുക്കാം. ഓക്കെ, മാക്സ് എത്ര ലോൺ കയറും? ലോൺ നമുക്ക് ഒരു 90% വരെ നോക്കാം. 90% കിട്ടും, നമുക്ക് ട്രൈ ചെയ്യാം. നല്ല പ്രൊഫൈൽ കസ്റ്റമേഴ്സ് ആണ് 100% വരെ കൊടുക്കാം. ഓക്കെ, ഈ ഒരു സാലറി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് കാണിച്ച നല്ലൊരു ഓഫർ പ്രൈസിന് അല്ലേ? ഏതാ മോഡൽ? 2014 മോഡൽ VXi. ഓൺഷിപ്പ് ഓൺഷിപ്പ് തേർഡ് ഓണർ ആണ് വരുന്നത്. കിലോമീറ്റർ ഇത് 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും. ലാസ്റ്റ് ഫൈനൽ നമ്മൾ 2,50,000 രൂപയ്ക്ക് കൊടുക്കും അല്ലേ? ഫൈനൽ റേറ്റ് നമുക്ക് 2,50,000. എത്ര ലോൺ വരും? ലോൺ നമുക്ക് കാറിന്റെ വാല്യൂന്റെ ഒരു 90% പറയുന്നത് നമുക്ക് നോക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഒരു കിഡ് വരുന്നുണ്ട്. കിഡ് ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ 1 ലിറ്റർ RXT ആണ് വരുന്നത്. എത്ര 1 ലിറ്റർ ആണ് വരുന്നത്? 800 അല്ല. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 54,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഫൈനൽ പ്രൈസ് നമുക്ക് ഒരു 2,90,000 രൂപയ്ക്ക് കൊടുക്കാം. 2,95,000 കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു i20 വരുന്നുണ്ട്. ഡീസൽ ആണോ പെട്രോൾ ആണോ? i20 പെട്രോൾ ആസ്റ്റ ആണ് വരുന്നത്. 2000 മോഡൽ? 2015 മോഡൽ. 2015 ആസ്റ്റ പെട്രോൾ. ഓൺഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ ആകെ 76,000 കിലോമീറ്റർ. ചെറിയൊരു ഓട്ടോ ഓടിയാണ്. എത്ര ലാസ്റ്റ് ഫൈനൽ? നമുക്കൊരു 4,90,000 രൂപയ്ക്ക് കൊടുക്കാം. 4,95,000 ഫൈനൽ ആയിട്ട്. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് ഒരു 4,20,000 4,20,000 ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു i20 റെഡ് കളി അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ സ്പോർട്സ് ആണ് ഓപ്ഷൻ. സ്പോർട്സ് 20,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഏതാ ഓൺഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് ഫൈനൽ ആയിട്ട് നമുക്ക് ഒരു 5,00,000 രൂപയ്ക്ക് കാർ കൊടുക്കാം. 5,00,000 രൂപയ്ക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം അല്ലേ? ഈ ഒരു ടിഗോർ നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റുമോ? ടിഗോർ 2017 മോഡൽ XT ആണ് വരുന്നത്. XT ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 2017 ഓട്ടോമാറ്റിക് പെട്രോൾ. ഓൺഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർ ആണ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 80,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ആയിട്ട് നമുക്കൊരു 3,80,000 വരെ കൊടുക്കാം. 3,85,000 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് തരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് വണ്ടികളൊന്നുമില്ല, കുറച്ച് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. ഇനിയും വണ്ടികൾ കാണിക്കാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെയിൽ കൊണ്ടിട്ട് അല്ലേ, ഒരുപാട് മോഡലുണ്ട്. നെക്സോൺ ഉണ്ട്, മറ്റേ i10 ഉണ്ട്, i20 ഉണ്ട്, ഒരുപാട് മോഡലും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ താഴത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗ് കിട്ടണമെങ്കിൽ ഒന്ന് ഹായ് അയച്ചാൽ മതി അല്ലേ? തീർച്ചയായും. പിന്നെ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തരും. അപ്പോൾ എന്തായാലും അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കറക്റ്റ് സ്പോട്ട് പറഞ്ഞാൽ കോഴിക്കോട് വയനാട് റോഡിൽ കൊടുവള്ളി എത്തുന്നതിന് മുമ്പ് സൗത്ത് കൊടുവള്ളി. മറ്റേ ഓട്ടോ വെഞ്ചർ തന്നെ കാണാം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടിയിൽ നമ്പർ കൊടുത്തിട്ട് ബാം വിളിച്ചത്.